بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا قبيصة بن عقبة قال حدثنا سفيان عن عبد الله عن الأعمش بن مرة عن مسروق عن عبد الله بن عمرو رضي الله عنهما وعنهم أن النبي صلى الله عليه وسلم قال: أربع من كن فيه كان منافقا خالصا ومن كانت فيه خصلة من النفاق حتى يدعها إذا اؤتمن خان وإذا حدث كذب وإذا عاهد غدر وإذا خاصم فجر. تابعه شعبة عن الأعمش. ഈ ഹദീസിൽ 6 പേരാണുള്ളത്. ഒന്ന് മഹാനായ ഖബീസത്ത് ബിൻ ഉഖ്ബ. അവിടെ ചില കിതാബുകളിലെല്ലാം ഖാഫിനിക്ക് ലൊമ്മ കൊണ്ട് ലബ്താക്കിയിട്ടുണ്ട്, ഖുബൈസ. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ലബ്ത്ത് ഐനി പറയുന്നു ബിഫത്ഹിൽ കാഫി വകസിരിൽ ബായി വസുകൂനിൽ യായി വഫത്ഹി സ്വാദിൽ മുഹ്മല. അപ്പോൾ ഖബീസ എന്നാണുള്ളത്, ബിഫത്ഹിൽ ഖാഫി ഖബീസ. ഇബ്നു ഉഖ്ബത, ഐന് ലൊമ്മ കൊണ്ട് ഖാഫിന് സുക്കൂ കൊണ്ട് ബാക്കി ഫത്ഹ് ഉഖ്ബ. ഖബീസത്ത് ബിൻ ഉഖ്ബ എന്ന് പറയുന്നവരാണ് ഇമാം ബുഖാരിയുടെ നേരിട്ടുള്ള ഉസ്താദ്. അവർ കൂഫക്കാരനാണ്. സുഫിയാൻ ബിൻ ഉഖ്ബ എന്നവരുടെ സഹോദരനുമാണ്. ഈ മഹാനായ ഖബീസ റളിയല്ലാഹു അൻഹു വലിയ ആബിദീങ്ങളിൽപ്പെട്ട ആളാണ്, സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. ധാരാളം മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ തൊട്ട് ഹദീസ്, മഹാന്മാരായ പലരെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ വലിയ ശിഷ്യന്മാരുമുണ്ട്. വകാന മിന സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാനാണവർ. അവരുടെ ഉസ്താദന്മാർ മിസ്അർ, സുഫിയാനു സൗരി, ശുഅബ, ഹമ്മാദ് ബിൻ സലമ വഗൈറുഹും റളിയല്ലാഹു അൻഹും. ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ട്. അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സിഹാബു സിത്തയുടെ 4 ഇമാമിയങ്ങളും അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബുഖാരിയും മുസ്ലിമും നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ നേരിട്ടുള്ള ഉസ്താദാണ്. ബാക്കിയുള്ള തുർമുദി, നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ്, അവർക്കെല്ലാവർക്കും വേറൊരാൾ മുഖേനയാണ്, നേരിട്ട് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല. അവിടെ ഉസ്താദിൻ്റെ ഉസ്താദായിട്ടാണ് ഖബീസിനെ അവർ പറഞ്ഞിട്ടുള്ളത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. മുഹമ്മദ് ബിൻ യഹ്യ അദ്ദുഹലി അവരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം വലിയ വലിയ ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ തൊട്ട്. എന്നാൽ ഈ ഖബീസ എന്നവർ
ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണോ അല്ലേ എന്നുള്ളതിൽ വലിയ തർക്കമുണ്ട്. കുറേ ആളുകൾ യഹ്യ ഇബ്നു മഈൻ എന്ന് പറയുന്ന മഹാൻ നഖാദുൽ ഹദീസാണ്, റാവികളെ ആദിലാണെന്ന് പ്രഖ്യാപിക്കാനും മജ്റൂഹാണെന്ന് പ്രഖ്യാപിക്കാനും യോഗ്യതയുള്ള യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ? സിഖത്തും ഫീ കുല്ലി ഷൈഇൻ, ഖബീസ എല്ലാ വിഷയത്തിലും സിഖത്താണ്. ഇല്ലാ ഫി ഹദീസ് സുഫിയാൻ സൗരി, സുഫിയാൻ സൗരിയുടെ ഹദീസിൽ വെച്ച്. ഈ സനദിലുള്ളത് കബീസയുടെ ഉസ്താദ് സുഫിയാൻ സൗരിയാണ്. സുഫിയാൻ സൗരിയുടെ തൊട്ട് കബീസത്ത് ബിൻ ഉഖ്ബ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പോരാ. ലൈസ ബിദാലിക്കൽ ഖവി. അങ്ങനെ സുഫിയാൻ ഇബ്നു ഉയൈന എന്ന കബീസയുടെ ഉസ്താദ് നമ്മൾ ഈ സനദിൽ പറഞ്ഞ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ കബീസ പോരാ. അതിന് കാരണം എന്താ പറഞ്ഞത്? യഹ്യ ഇബ്നു മഈൻ അതുപോലെ യഹ്യ ഇബ്നു ആദം ഇവരൊക്കെ പറഞ്ഞെന്താ, ഈ കബീസ റളിയല്ലാഹു അൻഹു സുമഹാനായ സുഫിയാൻ സൗരിയുടെ ഹദീസ് പഠിക്കുമ്പോൾ താടി മുളക്കാത്ത ചെറുതായിരുന്നു. വമ്മാഫി വൈരി സുഫിയാന ഫവസിക്കത്തുൻ റജുലുൻ സാലിഹുൻ. സുഫിയാൻ സൗരി അല്ലാത്ത മറ്റുള്ളവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മൂപ്പര് വളരെ സിക്കത്താണ്, സ്വാലിഹായ മനുഷ്യനുമാണ്. അപ്പം സുഫിയാൻ സൗരി എന്ന ഉസ്താദിനെ തൊട്ട് കബീസയുടെ പ്രധാന ഉസ്താദാണ്, അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്താൽ തെറ്റലുണ്ട്. ഇവര് ആരോ പറയുന്നത് കേട്ട് പറഞ്ഞ മാതിരി തോന്നും കണ്ടാലേ. കാരണം കബീസ റളിയല്ലാഹു അൻഹു സുഫിയാൻ സൗരിയുടെ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകുമ്പം അന്ന് കബീസ റളിയല്ലാഹു അൻഹുവിന് 16 വയസ്സുണ്ട്. അപ്പോൾ 16, 17, 18 ഈ പ്രായം ഒരു മറക്കാത്ത ബുദ്ധി കത്തി നിൽക്കുന്ന കാലല്ലേ. കുട്ടി എന്ന് പറയുമ്പോൾ തോന്നിപ്പോവും ചെറിയ 4-5 വയസ്സായ കുട്ടിയാണ്, നഴ്സറി പോണ കാലത്ത് പോയതാണ്. ഒരു മനുഷ്യനായ ശേഷം പ്രായപൂർത്തിയായ ശേഷം ബുദ്ധി ഉറച്ചതിന് ശേഷം 16 വയസ്സ് മുതൽ 18 വയസ്സിൻ്റെ അവസാനം വരേക്ക് 19ാമത്തെ വയസ്സ് വരേക്കാണ് അവർ ഹദീസ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിമർശകരുടെ വിമർശനത്തിനിക്ക് ഒരു നിലവാരം കൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഹദ്ദസനാ ഖബീസത്തു ബിൻ ഉഖ്ബത ഖാല ഹദ്ദസനാ സുഫിയാനു. കണ്ട, ഖബീസത്ത് ബിൻ ഉഖ്ബ നമ്മൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? സുഫിയാനു സൗരി നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അപ്പോൾ സുഫിയാനു സൗരിൻ്റെ നേരിട്ടുള്ള ഹദീസാണ് ഇമാം ബുഖാരിയുടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി അതുപോലെ സിഹാബിന്റെ എല്ലാ ഇമാമിങ്ങളും ഖബീസയുടെ ഹദീസ് സുഫിയാനു സൗരിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളൊരു വിമർശനമൊന്നും ഇല്ലാത്തതുപോലെയായി. അതാ ബഹുമാനപ്പെട്ട ഐനി പറയുന്ന വർത്താനാണ്, വളരെ രസമുള്ള വർത്താനം. വഹ്തിജാജുൽ ബുഖാരി ബിഹി ഫീ ഗൈരി മൗദിഇൻ കാഫിൻ. ഇമാം ബുഖാരി ഖബീസത്ത് റളിയല്ലാഹു അൻഹു സുഫിയാൻ സൗരിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ഹദീസുകൾ പല സ്ഥലത്തായി ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമാം ബുഖാരി ലക്ഷ്യം പിടിച്ചത് അത് തന്നെ മതി, അവർ മുഹദ്ദിസാണ്, സിഖത്താണ് എന്ന്. മറ്റുള്ളവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് കേട്ട് അതിൽ പെട്ടുപോയി എന്ന് പറയാനേ പറ്റുള്ളൂ. മഹാനായ ഖബീസ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് മുഹറം മാസത്തിലാണ്. സനത്ത 213 ബഹുമാനപ്പെട്ട ഇമാം നവവി പറയുന്നത് 215 എന്നാൽ ഖബീസ റളിയല്ലാഹു അൻഹു സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
സുഫിയാൻ ബിൻ ഉയൈന, സുഫിയാൻ ബിൻ ഉയൈനയെക്കാളും എത്രയോ വലിയൊരാൾ സുഫിയാനു സൗരി, അവരെ തൊട്ടാണ് ഹദീസ് ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 കൊല്ലം യൗവനത്തിൻ്റെ തുടക്കം, ഷബാബിൻ്റെ തുടക്കം 3 കൊല്ലം അവരെ കൂടെ കൂടിയതാണ്. അതാണ് മറക്കാത്ത കാലം, അന്ന് കൂടിയിട്ടുണ്ട്. അതിന് തെളിവ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ശിഹാബ് സിത്തൻ്റെ പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് നബി റളിയല്ലാഹു അൻഹു ചോദിക്കുക, പറയുന്ന വർത്താനുണ്ട്, അയ്യോ ശയ്യൻ, എന്തെന്നാണ് അവരടുത്ത് ഇല്ലാത്തത്? അഹ്മദ് നബി റളിയല്ലാഹു അൻഹു പറയുന്നത്, വകാന റജുലൻ സാലിഹൻ സിഖതൻ ലാ ബഅസ ബിഹി വഅയ്യു ശയ്യിൻ ലം യകുൻ ഇൻദഹു. ഖബീസ റളിയല്ലാഹു അൻഹു അടുക്കല് ഹദീസിൻ്റെ വിഷയത്തിൽ ഹദീസുകൾ ഏത് ഹദീസാണ് ഇല്ലാത്തത്? എല്ലാം ഉള്ളവരാണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്, സിഖത്താണെന്ന് ഇമാം അഹ്മദ് നബി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു മുഴുവനും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹദീസ്, നാം ഈ വായിച്ച ഈ ഹദീസ് ബുഖാരിയിൽ ദഈഫായ ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന ഹദീസാണ് ഇപ്പോൾ വായിച്ച ഹദ്ദസനാ ഖബീസത്ത് ബിൻ ഉഖ്ബത്ത ഖാല ഹദ്ദസനാ സുഫിയാനോ. കാരണം സുഫിയാനു സൗരി ശിഷ്യനായിട്ട് ഖബീസത്ത് ബിൻ ഉഖ്ബനെ പറയുമ്പോൾ ആ ഖബീസത്ത് ബിൻ ഉഖ്ബ സുഫിയാനു സൗരിനത്തോട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വളരെ ചെറുപ്പത്തിലായതുകൊണ്ട് അവർക്ക് ലബ്തില്ല. ആ ചെറുപ്പത്തിൻ്റെ കഥ നാം വിശദീകരിച്ചല്ലോ. അതുകൊണ്ട് ആ ആരോപണം 100% തെറ്റാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി. അതുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ അവസാനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി. കണ്ടോളി, താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി. എന്താ അതിനർത്ഥം? താബഅഹു, സുഫിയാൻ ബിൻ ഉയൈനയോട് താബിയായിട്ടുണ്ട് ശുഅബത്തു, ശുഅബ റളിയല്ലാഹു അൻഹു അനിൽ അഅ്മശി, അഅ്മശിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ. അപ്പോൾ അഅ്മശിനെ തൊട്ട്, അഅ്മശ് അബ്ദുല്ലാഹിബിൻ മുറനെ തൊട്ട്, അബ്ദുല്ലാഹിബിൻ മുറ മസ്റൂഖ് എന്നവരെ തൊട്ട്, മസ്റൂഖ് എന്നവർ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ലാശി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, അവരുടെ തങ്ങളെ തൊട്ട്, അങ്ങനെ അഅ്മശിനെ തൊട്ട് സുഫിയാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മാതിരി അഅ്മശിനെ തൊട്ട് ശുഅബ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശുഅബന്റെ സനദിലാണെങ്കിലോ ഈ പറഞ്ഞ ഖബീസ അല്ല, വേറെ ആളാണ്. അപ്പൊ ഖബീസ ഉൾക്കൊള്ളാതെ ശുഅബ റളിയല്ലാഹു അൻഹു അഅ്മശിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് രണ്ടും ഒന്ന് തന്നെയാണ്. എവിടെയാണ് വൃത്തി കുറവുള്ളത്? അതാ ഇമാം ബുഖാരി വയ്ക്കുന്നത്. ഈ ബുഖാരി തന്നെ ഈ ഹദീസ് രണ്ടാമത് ബാബുൻ ഇദാ ഖസമ ഫജറ എന്ന് പറയുന്ന ഹദീസ് ബാബു വരാൻ പോകുന്നുണ്ട് കുറേ അപ്പുറം. ആ ബാബിൽ പറയുന്നുണ്ട്, ഹദ്ദസനാ ബിശ്ർ ബിൻ ഖാലിദിൻ ഖാല അഖ്ബർനാ മുഹമ്മദ് ബിൻ ജഅഫറിൻ അൻ ശുഅബത അൻ സുലൈമാന. പിന്നെ സനദി പറഞ്ഞ ബാക്കിയുള്ള സനദ് തന്നെയാണ്. അപ്പം സുലൈമാനുൽ അഅ്മശിനെ തൊട്ട് ശുഅബ, ശുഅബയെ തൊട്ട് മുഹമ്മദ് ബിൻ ജഅഫർ, മുഹമ്മദ് ബിൻ ജഅഫറിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ബിശ്ർ തൊട്ട് ഇമാം ബുഖാരി. അപ്പം ഇമാം ബുഖാരിയിലേക്ക് ശുഅബ സുലൈമാനുൽ അഅ്മശിലേക്ക് എത്തുന്ന 2 സനദുണ്ട്. ഒന്നിൽ ഖബീസ ഇല്ല, ഖബീസക്ക് പകരം ബിശ്ർ ബിൻ ഖാലിദ, ഇമാം ബുഖാരി മറ്റൊരു ഉസ്താദാണ്. അവരെ തൊട്ട് മുഹമ്മദ് ബിൻ ജഅഫർ എന്നവർ, അവരുടെ ഉസ്താദ് മുഹമ്മദ് ബിൻ ജഅഫർ, അവരുടെ ഉസ്താദായി വരുന്നത് ശുഅബയാണ് വരുന്നത്, സുഫിയാൻ സൗരിക്ക് പകരം. എന്നിട്ട് യാതൊരു മാറ്റമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ സുഫിയാൻ സൗരിനെ തൊട്ട് ഖബീസ പറഞ്ഞാൽ ശരിയല്ലാതെ എങ്ങനെ പറയാ? സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അതേ സ്ഥാനത്തുള്ള ശുഅബ എന്നവർ ഈ ഹദീസ് ഇതേമാതിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലബ്ത് കുറവ്, ഇതായി ഇമാം ബുഖാരി ചോദിക്കുന്നത്. അതിനാണ് അവിടെ പ്രത്യേകമായി താബഅഹു, എല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. താബഅഹു ശുഅബത്തു അനിൽ അഅ്മശി എന്ന് പറയുന്നത്. സനദിലെ റാവികളിൽ നിന്ന് രണ്ടാമത്തത് സുഫിയാനു സൗരിയാണ്. ഇവിടെ സുഫിയാൻ എന്നും സഫിയാൻ എന്നും സിഫിയാൻ എന്നും സീനിന് 3 അർത്ഥത്തും ചെയ്യാവുന്ന ഇമാം നവവി റളിയല്ലാഹു തഹ്ദീബുൽ അസ്മാവിൽ പറയുന്നത്. 3 കോലത്തിലും വായിക്കാം. എന്നാൽ സീന് ലൊമ്മ കൊണ്ട് സുഫിയാൻ എന്ന പേരാണ് മഷൂറായത്. ഒരു വല്യാപ്പാൻ്റെ പേരാണ് സൗർ, അതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് സൗരി എന്ന് പറയുന്നത്.
ഇബ്നു സഈദ്, സഈദ് എന്നവരുടെ മകനാണ് സുഫിയാൻ ഇബ്നു സഈദ്. ഇബ്നു സഈദ് എന്ന പേരിലാണ് അവർ സാധാരണഗതിയിൽ അറിയപ്പെടുന്നത്. അൽ ഇമാമുൽ കബീർ, വലിയ ഇമാമാണ്. എല്ലാ ഇമാമികളും പറഞ്ഞാൽ ഇമാമുൽ കബീറൂന, വലിയ ഇമാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബിൽ അവരെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അൽ ഇമാമുൽ കബീർ, ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടങ്ങുന്നത് തന്നെ അവരുടെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: അൽ ഇമാമുൽ ജാമിഉ ലി അൻവാഇൽ മഹാസിനി, നന്മകളുടെ എല്ലാ ഐറ്റങ്ങളെയും ഒരുമിച്ച് കൂട്ടിയൊരാ ഇമാമാണ് അവർ. വഹുവ മിൻ താബിഇ താബിഈൻ, താബിഇത്താബിങ്ങളിൽപ്പെട്ടവരാണ്. കാരണം 97-ലാണ് അവരുടെ ജനനമുള്ളത്. 97 100ൻ്റെ ആദ്യത്തോടു കൂടെ 100 കൂടെ ഏകദേശം സ്വഹാബത്തുകൾ മുഴുവനും വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ താബീങ്ങളെ കണ്ടവരാണ്, സ്വഹാബത്തിനെ കണ്ടവരല്ല. സുഫിയാനു സൗരി അബൂ ഇസ്ഹാഖ് സബീഇയ്യ, താബീങ്ങളിൽ പ്രമുഖരായ അബൂ ഇസ്ഹാഖ് സബീഇനെ കണ്ടിട്ടുണ്ട്. അബ്ദുൽ മലിക് ബിൻ ഉമൈർ എന്നവരെ കണ്ടിട്ടുണ്ട്. അംർ ബിൻ മുറനെ കണ്ടിട്ടുണ്ട്. വഖലായിക മിൻ കിബാരി താബിഈന, കിബാറു താബികളിൽ നിന്നുള്ള ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരായിട്ട് മുഹമ്മദ് ബിൻ അജ്ലാൻ, അഅ്മശ്, ഇവർ രണ്ടാളും താബീങ്ങളാണ്. താബീങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ അജ്ലാനും അഅ്മശ് എന്നവരും സുഫിയാൻ സൗരിയുടെ ശിഷ്യനായും വരുന്നുണ്ട്, സുഫിയാൻ സൗരിയുടെ ഉസ്താദായും വരുന്നുണ്ട്. മഅ്മർ, ഔസായി, ഇബ്നു ഇസ്ഹാഖ്, ഇമാം മാലിക്, ഇമാം സുഫിയാൻ ബിൻ ഉയൈന, ശുഅബ, ഫുളൈൽ ബിൻ ഇയാദ്, അബുൽ അഹ്വസ്, അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയോ, ഇബ്നുൽ മുബാറക്, വസായിദ, വബ്നു മഹ്ദി, വവകീ, വഅബൂ നുഐം, വയഹ്യ അൽ ഖത്താൻ, വമുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഫിരിയാബി, വഖലായിഖു. അങ്ങനെ ധാരാളം ആളുകൾക്ക് ശിഷ്യന്മാരായിട്ടുമുണ്ട്. ഇമാം നവവി പറയുന്നു: വത്തഫഖൽ ഉലമാഉ അലാ വസ്ഫിഹി ബിൽ ബറാഅത്തി ഫിൽ ഇൽമി ബിൽ ഹദീസ് വൽ ഫിഖ്ഹി, ഹദീസ് കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് കൊണ്ടും ഫിഖ് കൊണ്ടുമുള്ള അറിവിൽ അങ്ങേ അറ്റം എത്തിയവരാണ് എന്ന് വസ്ഫ് പറയുന്നതിൻ്റെ പേരിൽ ഉലമാക്കൾ ഇത്തിഫാഖുണ്ടായി, വ്യത്യാസമില്ല. വൽ വറഇ, വറയിലും അങ്ങേ തലക്കെത്തിയവരാണ്. ഇതിനൊരു സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ സുഹ്ദ്, അതുപോലെ ഖുശൂറത്തുൽ അശ്ശ്, പരുപരുക്കൻ ജീവിതമായിരുന്നു. വൽ ഖൗലി ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പറയുക എന്നുള്ളതിൻ്റെ മേലിലും അവർ വസ്ഫ് സിദ്ധിച്ചവരാണ് എന്നത് കൊണ്ട് ഉലമാ ഇത്തിഫാഖുള്ളവരാണ്. അങ്ങനെ എന്തെല്ലാം നന്മകൾ ഒരാൾക്കുണ്ടാവാൻ പറ്റുന്നോ ആ പറ്റുന്ന എല്ലാം അവർക്ക് പറയാൻ പറ്റും. അവർക്ക് പറയാൻ പറ്റാത്ത ഒരു നല്ല വസ്ഫും ഇല്ല. അബൂ ആസിം എന്നവർ പറയാണ്: സൗരിയു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ആണ് ഇമാം സൗരി. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്: കതബ്തു അൻ അൽഫിൻ വമിയത്തി ശൈഖിൻ, കതബ്തു അൻ അൽഫി വമിയത്തി ശൈഖിൻ, 1100 ശൈഖന്മാരെ പോയി ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. മാ കതബ്തു അൻ അഫ്സല മിന സൗരി, സൗരി ഇമാമിനേക്കാൾ അഫ്സലായ ഒരാളെ തൊട്ടും ഞാൻ എഴുതിയിട്ടില്ല. ഇമാം സൗരിൻ്റെ പ്രത്യേകതയായി ഇമാം സുഫിയാനു സൗരി പറയുന്ന എന്താ? മസ്തൗദഅതു ഖൽബി ശൈയൻ ഫഖാനനി ഖത്തു, അടിയിടേണ്ട വാക്കാണത്. എൻ്റെ മനസ്സിൽ ഞാൻ വല്ല സംഗതിയും സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. അതായത് ഞാൻ ഒന്ന് മറക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലൊരു സംഗതി ഞാൻ ഹിഫ്ളിട്ട് കഴിഞ്ഞാൽ, മനസ്സിൽ ഒന്ന് ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി മനസ്സിനെ ഏൽപ്പിച്ചാൽ, പിന്നെ എൻ്റെ മനസ്സ് എൻ്റെ ജീവിതത്തിൽ എന്നെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ പിന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. അതാണ് ഒരു പ്രത്യേകത. യൂനുസ് ബിൻ ഉബൈദ് എന്നവർ പറയാണ്: മാ റഅയ്തു അഫ്ളല മിന സൗരി, സുഫിയാനു സൗരിനേക്കാൾ അഫ്ളലായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം
യൂനുസ് എന്നവരോട് പറയാണ് ഖദ് റഅയ്ത അതാൻ വസഈദ് ഇബ്നു ജുബൈർ വമുജാഹിദ. നിങ്ങൾ അതാ ഇബ്നു അബി റബാഹിനെ കണ്ടിട്ടില്ലേ? സഈദ് ഇബ്നു ജുബൈറിനെ കണ്ടിട്ടില്ലേ? മുജാഹിദ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള മഹാന്മാരായ എത്ര വലിയവരുണ്ട്. അവരൊക്കെ കണ്ട നിങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞത്? സുഫിയാൻ സൗരിയാണ് അവരെ കൊടുത്ത ഏറ്റവും വലിയ ആള് എന്ന്. ഒതക്കൂലു അതാണ്ട് ഇങ്ങനെ പറയാണോ? ഫഖാല, അപ്പോൾ യൂനുസ് ബിൻ ഉബൈദ് പറയാണ് വല്ലാഹി മാ ഖൂലു, കാര്യം ഞാനാ പറഞ്ഞത് തന്നെയാണ്. മാ റഅയ്തു അഫ്ളല മിന സൗരി, സൗരിയേക്കാൾ അഫ്ളലായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. യഹ്യ ബിൻ മഈൻ എന്നവർ പറയുന്ന ഒരാൾ പറയുന്ന വർത്താനം എന്താ? കുല്ലു മൻ ഖാലഫ സൗരിയ ഫൽ ഖൗലു ഖൗലു സൗരി. സൗരിക്ക് എതിരായി ആര് എന്ത് പറഞ്ഞാലും അവിടെ അംഗീകരിക്കപ്പെടുന്ന കൗല് സൗരി പറതാണ്. അങ്ങനെ ഓരോരുത്തരും ധാരാളം ഇമാം സൗരി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. മദ്ഹ് ചെയ്യാത്ത സൗരിന്റെ ശേഷമുള്ളവർ ഒരാളും സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്യാതെ വന്നിട്ടില്ല. നബി ഇമാം പറയുന്നുണ്ട് മുത്തബഅയ 6 മദ്ഹബുകളാണുള്ളത് അവസാന കാലത്ത്. ആ 6 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി. നമ്മുടെ 4 മദ്ഹബ്, അതോടുകൂടെ സുഫിയാനു സൗരിയുടെ മദ്ഹബും. അത് ഹിജറ 800 വരേക്കും സുഫിയാനു സൗരി മദ്ഹബ് ഉണ്ടായിരുന്നു. പിന്നീട് നശിച്ചു പോയി. അതുകൊണ്ട് അത് നശിക്കലോട് കൂടെ അതിൻ്റെ നാക്കുലീങ്ങളായ പണ്ഡിതന്മാർ ഇല്ലാതിരിക്കലോട് കൂടെയാണ് ഇമാമിങ്ങൾ 4 മദ്ഹബ് അംഗീകരിക്കുന്ന നിർബന്ധമാണ് എന്നുള്ള ആശയത്തിൽ എത്തിപ്പെട്ടത്. ഇമാം ഫിഖിൻ്റെ കിതാബ് ധാരാളം ചർച്ചകളുള്ള വിഷയമാണത്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ജനിച്ചു ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അവരുടെ പിതാവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചിരുന്നു. പിന്നെ വളർത്തിയത് ഉമ്മ വളരെ സ്വാലിഹത്തായ ഉമ്മയാണ്. ഉമ്മ നൂല് ഉണ്ടാക്കി, പഞ്ഞിയിൽ നിന്നും നൂലുണ്ടാക്കാൻ വേണ്ടി പഠിച്ചവരായിരുന്നു. അതിൽ നിന്ന് മകൻ്റെ ചെലവ് കണ്ടെത്തി. അങ്ങനെ മകനെ ഓത്ത് പള്ളിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിടുമ്പോൾ ഉമ്മാനൊരു വസിയത്തുണ്ട്. ഏതൊരു മക്കളുടെയും ഉയർച്ചയിൽ ഏതെങ്കിലും നിലക്ക് ഉമ്മാൻ്റെ പ്രവർത്തനമുണ്ടായിട്ടിരിക്കും. ഇന്ന് നമുക്ക് ധാരാളം അറിവുള്ളവരാണ്. ഉമ്മാരുടെ കയ്യിലാണ് മക്കളുടെ ഗതി നിയന്ത്രിക്കൽ. അധികവും അങ്ങനെയാണ്. സുഫിയാനു സൗരിയുടെ ഉമ്മ പറയാണ്, യാ ബനിയ ഇദാ കതബ്ത 10 അഹ്റുഫിൻ فانظر هل ترى في نفسك زيادة في خشيتك وحلمك ووقارك فإن لم تر ذلك فاعلم أنها تضرك ولا تنفعك. എൻ്റെ മകനെ, ആദ്യം പറഞ്ഞിട്ടുണ്ട്, നീ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റൊരു ചിന്തയും നീ ചിന്തിക്കണ്ട. നിനക്ക് വേണ്ട ചെലവിന് വേണ്ടത് മുഴുവനും ഞാൻ എൻ്റെ കൈ കൊണ്ട് നൂലുണ്ടാക്കി അതിൻ്റെ പണം കൊണ്ട് നിനക്ക് ചെലവാക്കി തരാം, നീ പഠിച്ചാൽ മതി. എന്നിട്ട് നീ ഒരു 10 ഹദീസ് എഴുതി വെച്ചാൽ, 10 ഹദീസ് പഠിച്ചാൽ നീ ചിന്തിക്കണം, ഈ 10 ഹദീസ് പഠിക്കലോടുകൂടെ നിന്റെ ശരീരത്തിനിക്ക് നിനക്ക് വലിയ പ്രത്യേകതകളും വരുന്നുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടിൽ, നിന്റെ ഹിൽമിൽ ഒതുക്കത്തിൽ, നിന്റെ വഖാറിൽ. വലിയ സംഭവമാണ് 3 കാര്യം. ഖശിയത്ത്, ഹിൽമു, വഖാർ. ഈ 3 വിഷയത്തിൽ നിനക്ക് ഒരു സിയാദത്ത് വരുന്നുണ്ടോ? നിന്റെ ശരീരത്തിനിക്ക് വല്ല വളർച്ചയുമുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു വിഷയം നീ എത്തിക്കുന്നില്ലെങ്കിൽ നീ ഉറപ്പിച്ചോ, നീ പഠിച്ച ഈ ഇൽമ് അനക്ക് ഉപകാരമുള്ളതല്ല, അതെനിക്ക് ഉപദ്രവം ചെയ്യുമെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. ഇമാം നബി പറയുന്നുണ്ട്, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഏത് ഹദീസ് കേട്ടാലും ആ ഹദീസ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അമൽ ചെയ്തിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ വായിച്ചു പോകുന്ന ആളല്ല, പഠിച്ചത് മുഴുവനും അമൽ ചെയ്യുന്നവരാണ്. ഉമ്മാൻ്റെ വസിയത്താണത്. പഠിച്ച് 10 ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല മാറ്റം വന്നിങ്ങണോ നോക്കണം. ദീനിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖശിയത്ത്, ഒതുക്കം, അമർച്ച, ഒരു ഭയഭക്തി,
ഇത് വർദ്ധിച്ചിട്ടില്ലേ? നീ പഠിച്ച ഇൽമുൻ ളാറാണ്, ഇൽമുൻ നാഫി അല്ല, അത് മനസ്സിലാക്കണം. ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ, ഇന്നത്തെ ഉസ്താദന്മാർ ഓരോരുത്തരും ചിന്തിക്കേണ്ട വാക്കാണത്. എത്ര കിതാബുകൾ ഓതുന്നുണ്ട്, എന്നിട്ട് ആ വന്ന അന്നത്തിനേക്കാളും മോശമാകുക എന്നല്ലാതെ ദിവസം 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 എന്തൊരു പുരോഗതിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നോക്കേണ്ടതുണ്ട്. ഈ വസിയത്ത് എല്ലാവരും മുഖവിലക്കെടുക്കേണ്ടതാകുന്നു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ബുദ്ധി കൂർമ്മതയുള്ളവരാണ്. ഹാറൂൺ റഷീദിൻ്റെ ഭാര്യയോട് ഹാറൂൺ റഷീദ് ചോദിച്ചു, ഞാൻ അതസവ്വജു അലൈക്കി, ഞാൻ നിൻ്റെ പേരിൽ മറ്റൊരു ഭാര്യയും കൂടി കല്യാണം കൊണ്ട് കഴിക്കാൻ പോവാണ്. ഏത് ഭാര്യയോട്? ഹാറൂൺ റഷീദിൻ്റെ പ്രസിദ്ധയായ ഭാര്യ അമീറ സുബൈദ. ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് ഹാജിമാർക്കും മക്കയിലേക്ക് ഉംറക്കും വരുന്ന ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടി ഏകദേശം 6000 കിലോ സ്വർണം ചെലവഴിച്ചുകൊണ്ട്, അത്രയും ഭീമമായ സംഖ്യ ചെലവഴിച്ചും കൊണ്ട് മക്കയിലേക്ക് ത്വായിഫിൽ നിന്ന് കനാൽ നിർമ്മിച്ച മഹദി, ചരിത്രം എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ആ കനാൽ നിർമ്മിച്ചു. അതിൻ്റെ ശേഷം അതിനേൽപ്പിക്കപ്പെട്ട ആള് സുബൈദ റളിയല്ലാഹു അൻഹ അവരടുക്കലേക്ക് ആ കണക്കുകളുമായി വന്നപ്പോൾ, ബഗ്ദാദിൽ വെച്ച് കണക്ക് വന്നപ്പോൾ ആ കണക്കിൻ്റെ ഏടുകളെല്ലാം വാങ്ങി എന്നിട്ട് കടലിലേക്ക് എറിഞ്ഞു. ഞാൻ ചെലവഴിച്ചത് മുഴുവൻ അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടിയാണ്, എന്നെ ബോധിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആ മഹദിയോട് ഹാറൂൺ റഷീദ് പറയാണ്, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പോവാണ്. സുബൈദ പറഞ്ഞു, നിങ്ങൾക്ക് കല്യാണം കഴിക്കൽ ഹലാലല്ല, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് തൃപ്തിയുള്ള ഈ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനെ കൊണ്ടുവരണം. ആ പണ്ഡിതനോട് ചോദിച്ചാൽ ആ പണ്ഡിതൻ പറഞ്ഞു തരും. ഹാറൂൺ റഷീദ് ചോദിച്ചു, നബി സുഫിയാനു സൗരിയെ കൊണ്ട് എനിക്ക് തൃപ്തിയാവോ? മൂപ്പരെ കൊണ്ടുവന്നാൽ മതിയോ? നമ്മുടെ അടിയത് എനിക്ക് കല്യാണം കഴിക്കൽ ഹലാലാണോ അല്ലേ എന്നറിയാന്. സുബൈദ പറഞ്ഞു, അതേ, സുഫിയാനു സൗരിനെ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സുഫിയാനു സൗരി ഹാറൂൺ റഷീദിൻ്റെ അടുത്ത് വന്നപ്പോൾ ഹാറൂൺ റഷീദ് പറഞ്ഞു, ഇന്ന സുബൈദ തസ്അമു അന്നഹു ലാ യഹില്ലു ലീ അൻ നതസവ്വജ അലൈഹാ വഖദ് ഖാല അല്ലാഹു തആല ഫൻകിഹൂ മാ ത്വബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. എൻ്റെ സുബൈദ പറയുന്നു, എനിക്ക് അവൾ ഉണ്ടായിരിക്കും മറ്റൊരു കല്യാണം കഴിക്കാൻ പറ്റൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, ഫൻകിഹൂ മാ ത്വബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര കഴിച്ചോളി എന്നല്ല, 2, 3, 4 കഴിച്ചോളി എന്നല്ല ഖുർആൻ പറയുന്നത്. അങ്ങനെ ആയത്തോതി അവിടെ വെച്ചു. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമ്മിമില്ലായ, അവിടെ നിർത്തല്ലി, തീർത്തോതി എന്ന് പറഞ്ഞു. തീർത്തോതണം. അങ്ങനെ ഓതി, ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദാ, നിങ്ങൾക്ക് നീതി പ്രവർത്തിക്കാൻ കഴിയൂല എന്ന് ഭയപ്പാടുണ്ടെങ്കിൽ ഒന്ന് മതി എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി പറഞ്ഞു, അന്തലാ തഅദിലൂ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുടെ ഇടയിൽ നീതി കാട്ടാൻ സാധിക്കൂല. അത് സുബൈദക്കറിയാം. അതാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കൽ ഹലാലല്ല എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞ 10 കോടി ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഹാറൂൺ റഷീദ് സുഫിയാനു സൗരിക്ക് 10,000 ദിർഹം സമ്മാനമായി നൽകി. മഹാനവർകൾ അത് സ്വീകരിച്ചില്ല. ഹില്യത്തുൽ ഔലിയാ 379 നോക്കിയാൽ കാണാം, സ്വീകരിച്ചില്ല. അവർ ആരുടെയും ഔദാര്യത്തെ ഇഷ്ടപ്പെടുന്നവരല്ല. ഫത്വകൾ ധാരാളം ഫത്വകളായിട്ടുണ്ട്. അവര് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് തലാഖിന്റെ മസല ചോദിച്ചു.
സുഫിയാനു സൗരി ഒന്നും ഉണ്ടില്ല. തൊലാക്ക് പോയി എന്നും പറഞ്ഞില്ല, തൊലാക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞില്ല. ഇന്നത്തെ കാലത്തൊക്കെ വലിയ അത്ഭുതമാണ്. കുറേ കാര്യം ഞാൻ പെണ്ണുങ്ങളെ തൊലാക്കല്ലി അറിഞ്ഞാണ്ട് വാനും ഓളും പിരിഞ്ഞു നിൽക്കും. പിന്നെ 8, 10, 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അവർ രണ്ടാൾക്കും യോജിക്കണം തോന്നുക. അപ്പോൾ ഉസ്താദ്മാരെ സമീപിക്കും. ഉസ്താദ്മാർക്ക് എന്താ ഓൻ പറഞ്ഞൊപ്പിച്ച് തൊലാക്കായിട്ടില്ല. ഇങ്ങനെ 10 കൊടുക്കുന്ന ഒരു കാലാണ്. തൊലാക്ക് പോവാതെ തന്നെ പല ആളുകൾ കടിപിടിച്ച് കെട്ടിച്ചു കൊടുക്കുക, എനിക്കത് ശരിയായിട്ടില്ല അറിഞ്ഞാണ്ട്. ഇന്ന് നമ്മളെ കാലം വല്ലാത്തൊരു കാലാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് തൊലാഖിൻ്റെ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചവൻ പറഞ്ഞു, മുണ്ടാതെ നിന്നു. കുറേ മുണ്ടാന്നിട്ട് പറഞ്ഞു, ഇത് ഫർജിൻ്റെ കാര്യമാണ്, ഞാനത് ഹലാലാണ് എന്ന് 10 കൊടുത്തു. യഥാർത്ഥത്തിൽ തൊലാഖ് സംഭവിച്ചതാണെങ്കിൽ ആ കുറ്റത്തിൻ്റെ ആള്, അവർ നമ്മൾ നടക്കുന്ന കുറ്റത്തിൻ്റെ ഉടമ, അതിൻ്റെ ചോദ്യം ചെയ്യപ്പെടുള്ള എന്നോടാകും. അതുകൊണ്ട് ഞാൻ അതിന് 10 കൊടുക്കൂല. സുഫിയാനു സൗരി അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങും ഒരാൾ വന്നിട്ട് ഒരു മസല ചോദിച്ചു. അവൻ പറഞ്ഞു, ഫൈന കൽബി എൻ്റെ ദിർഹമി, ഇപ്പം എൻ്റെ ഹൃദയം ഉള്ളത് എൻ്റെ ദിർഹമിൻ്റെ അടുത്താണ്. ഇപ്പം എൻ്റെ പൈസ സാധനം വാങ്ങുകൊടുത്ത എൻ്റെ ചിന്ത ഉള്ളത്. ഞാൻ അതിനെ ഫത്വക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനല്ല. ഇപ്പം ഞാൻ ഈ വാങ്ങിക്കൊടുക്കുന്ന വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് എൻ്റെ ചിന്ത മാറും. അതൊക്കെ അതിന് പറ്റിയ സമയം വാ. അങ്ങനെ വറവ് കാട്ടുന്നവരാണ്, എപ്പോഴും 10 കൊടുക്കുന്നില്ല. മഹാനുകൾ ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരാണ്, ധാരാളം ദുഃഖമുള്ളവരാണ്, കരയുന്നവരാണ്. മഹാനവരുടെ അവസാന കാലം അബൂസാമ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ പറയാണ്, സുഫിയാനു സൗരിക്ക് രോഗം വന്നു. രോഗം വന്നപ്പോൾ അവരുടെ മൂത്രം ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതെന്താ, ഇന്നഹാദൽ ബൗല, തീർച്ചയായും ഈ മൂത്രം ലബൗലു റാഹിബിൻ, ഒരു റാഹിബിൻ്റെ, ഒരു പുരോഹിതൻ്റെ, അല്ലാഹുവിനെപ്പോൾ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ്റെ മൂത്രമാണ്. ഹാദാ റജുലുൻ ഖദ് ഫതനൽ ഹുസ്നു കബിദഹു മാ ലഹു ദവാ. ഈ മൂത്രത്തിൻ്റെ ഉടമ ഒരു മനുഷ്യനാണ്. ദുഃഖം കൂടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കരള് നശിച്ചു പോയിട്ടുണ്ട്, കരളിന് ദുഃഖം ബാധിച്ചിട്ടുണ്ട്, ഇനി മരുന്നില്ല. മഹാനവർക്ക് ദുന്യാവിൽ സാഹിദായിരുന്നു. അതോടുകൂടെ തന്നെ ആലിമീങ്ങളോടും അതുപോലെയുള്ള മഹാന്മാരോടും മുതൽ സമ്പാദിക്കണം, അതുമായുള്ള കെട്ടിക്കൊടുക്കില്ലാതെന്നാ മതി എന്ന് പറഞ്ഞാടാണ്. കാനൽ മാലു ഫീമാ ലാ യുക്റഹു വഅമ്മൽ യൗമ ഫഹുവ തുർസുൽ മുഅ്മിൻ. പഴയ കാലത്ത് മുതൽ എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്ന് മോമിനിക്കുള്ള പരിചയമാണത്. അവൻ്റെ മേലാരും മണ്ടിക്കയറാതിരിക്കാൻ, അവൻ വല്ല കാര്യങ്ങളും പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലേക്ക് മേക്കെട്ട് കയറാതിരിക്കാൻ മുതലാവശ്യമാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ ധാരാളം ഭരണാധികാരികളെ ഭാഗത്ത് നിന്ന് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പം അബൂ ഹനീഫ ഇമാമിൻ്റെ മരണം ജയിലിൽ നിന്നാണെന്ന് വരെ പറയപ്പെടലുണ്ട്. കാരണം എന്തുകൊണ്ട്, ഭരണാധികാരി കാദിയാവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പം ഞാൻ കാദിസ്ഥാനം ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലടച്ചിട്ടുണ്ട്. അങ്ങനെ അബൂ ഹനീഫ ഇമാം വഫാത്തായപ്പോൾ അന്നത്തെ കാദിയായ അന്നത്തെ ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ, അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട അബൂ ജഅഫർ മൻസൂർ, ആ മൻസൂർ എന്ന ഖലീഫ ചോദിച്ചു, ഇനി നമ്മുടെ ഭൂമിയിൽ ഏറ്റവും വലിയ പണ്ഡിതരാരാണ്? അവർ പറഞ്ഞു, സുഫിയാനു സൗരിയാണ്. അവർ അപ്പുറം ഇനി ലോകത്ത് പണ്ഡിതനില്ല. അങ്ങനെ അവർ സുഫിയാനു സൗരിയിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു.
കാദിസ്ഥാനം ഏൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എന്തോ സ്വപ്നം പറയാൻ തോന്നും. ഇന്ന് കാദിസ്ഥാനം വേണ്ട, സ്വന്തമായിട്ട് ഞാൻ കാദിയാവരാ, സ്വന്തം കാദിയാവും, സ്വന്തം മുഫ്തിയാവും. എന്നിട്ട് ലക്ഷറുപാട് അടിച്ചിട്ട് ഞാൻ തന്നെയാണ് മുഫ്തി, ഞാൻ തന്നെയാണ് കാദി, ആരാണ് പത്ത് കൊടുക്കും. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഇമാം നബി പറയുന്നുണ്ട്, സാധാരണ അന്നത്തെ കാലത്ത് ഒരാൾക്ക് ഫത്വക്ക് യോഗ്യൻ മുജ്തഹിദാവണമെങ്കിൽ അന്നത്തെ പണ്ഡിതന്മാർ അവർക്ക് മുജ്തഹിദാണെന്ന് എഴുതി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങ് എഴുതി കൊടുക്കാൻ ആകുന്ന പ്രായത്തിൻ്റെ മുമ്പ് തന്നെ അവർ മക്കയിൽ വെച്ച് മുഫ്തിയായിരുന്നു, എല്ലാവരും സമ്മതിച്ച മുഫ്തിയായിരുന്നു. ആരും അവർക്ക് പരിശോധിച്ചിട്ട് പത്ത് മുഫ്തിയാണെന്ന് പറഞ്ഞതല്ല, യോഗ്യത കണ്ട് പത്തുവക്ക് അർഹനായി വന്നവരാണ്. എന്നാൽ മൻസൂർ, ഖലീഫ മൻസൂർ ഖാദിയാവാൻ പറഞ്ഞപ്പോൾ അവർ വിസമ്മതിച്ചു. അവസാനം മൻസൂറിന് ഒരു പിടുത്തവും കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ സുഫിയാനു സൗരിയെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ 10,000 ദിർഹം ഇനാം തരാം എന്ന് ഇനാം പ്രഖ്യാപിച്ചു. എന്നിട്ട് കാദിയാക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറയാം. ആ കൊണ്ടുവരുന്നവനക്ക് 10,000 സമ്മാനം. ബഗ്ദാദിൽ നിന്ന്, കൂഫയിൽ നിന്ന് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് ഓടി ഈ സംസാരം കേട്ടപ്പോൾ. അങ്ങനെ അവിടെ കുറേ കാലം ഒരു തോട്ടത്തിൽ ജോലി ചെയ്തു, പാറാവുകാരനായിട്ട്. അങ്ങനെ കുറച്ച് കാലം അവിടെ ഇങ്ങനെ പാറാവുകാരനായിട്ട് തോട്ടത്തിൽ അങ്ങനെ ഒരു അപരിചിതനായി നിന്നപ്പോൾ, ഒന്നും അല്ലാത്തായി നിന്നപ്പം പിന്നീട് ഇതാണ് സുഫിയാനു സൗരി എന്ന് ജനങ്ങളെടുക്കൽ അറിയുകയും അവിടെ വെച്ച് ഹദീസ് പഠിക്കാനും ഇൽമ പഠിക്കാനും ആളുകൾ വരലും ഫത്വക്ക് ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ ഈ വിഷയം മൻസൂർ അറിയുമെന്ന് മനസ്സിലാക്കി ബസറയിൽ നിന്ന് യമനിലേക്ക് ഓടി. അവിടെ വെച്ചൊരു കേസ് കുടുങ്ങി. അന്നത്തെ അന്നത്തെ അവിടുത്തെ യമനിലെ കാദിൻ്റെ അടുക്കലേക്ക്, മഅ്ന ബിൻ സായിദ എന്ന് പറയുന്ന കാദിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവിടെ വിസ്താരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിച്ച ആളല്ല, അത് കള്ളക്കേസ് കുടുക്കിയതാണ്. ഖാദിയർ പറഞ്ഞു, മഅ്ന ബിൻ സായിദ പറഞ്ഞു, നിങ്ങൾക്കൊന്നിരിക്കൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം, നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ രണ്ടാമത് പിന്നെയും ആദ്യകാലം മക്കയിൽ പോയി ഫത്വ കൊടുത്തിരുന്നതാണ്. പിന്നെ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഹിജ്റ 158 സുഫിയാനു സൗരിയുടെ ജനനം 97, വഫാത്തുള്ളത് 160. വഫാത്താകുന്നതിൻ്റെ 2 കൊല്ലം മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. ഏകദേശം 61 വയസ്സുണ്ടാകും. 63-ാമത്തെ വയസ്സിലാണ് വഫാത്ത്. 61 വയസ്സുള്ള സമയത്താണ് ഹജ്ജിന് വേണ്ടി പോകുന്നത്. മൻസൂർ കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ഇട്ട സമയമാണ്. അപ്പം ആ ഹജ്ജിന് മൻസൂറും വരുന്നുണ്ട്. മൻസൂറിനോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ 10,000 കൊണ്ടുവന്നാൽ തരാമെന്ന് പറയുന്ന സുഫിയാനു സൗരി മക്കയിലുണ്ട്. ഉടനെ അബൂ ജഅഫർ മൻസൂർ എഴുതി, അവിടുത്തെ ഭരണ അമീറിനൊക്കെ എഴുതി, സുഫിയാനു സൗരിയെ പിടിച്ചു കെട്ടണം, ഞാൻ വന്നാൽ അവരെ വിചാരണ ചെയ്തിട്ട് നിർബന്ധമായി കാദിയാക്കണം. അങ്ങനെയുള്ള മഹാന്മാർ നമ്മുടെ ഭരണത്തിൽ വന്നെങ്കിലേ നമ്മുടെ ഭരണം മികക്കുള്ളൂ. പക്ഷേ രാജാക്കന്മാരുടെ സ്വഭാവം എന്താ? അവരിഷ്ടത്തിനല്ലാതെ ഭരണം നടത്തിപ്പോയാൽ, എന്തെങ്കിലും വിധികൾ വന്നു പോയാൽ, അവരുടെ ഒരു കുടുംബക്കാർക്കോ വന്നാൽ പിന്നെ അതെന്നായിരിക്കും നാശം. അത് മഹാനവർക്കറിയാം. എല്ലെങ്കിലും ഭരണം നല്ലതല്ല. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഈ വിവരം വന്നപ്പോൾ ഇതിനോട് കുറേ ചർച്ചകളുണ്ട്. ഇമാം നബി തന്നെ തഹ്ദീബിൽ പറയുന്ന ചർച്ചകൾ ധാരാളമുണ്ട്, സംഭവങ്ങളുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂ ജഅഫർ ഹജ്ജിന് വരുന്നുണ്ട് മക്കയിലേക്ക്, അവിടെ വന്നാൽ എന്നെ പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ കഅബയുടെ വിരി പിടിച്ചു. അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറഞ്ഞു, അല്ലാ യുദ്ഖിൽ മൻസൂറ മക്ക, പഠിച്ചവനെ മൻസൂർ മക്കയിലേക്ക് കടത്തല്ല. മൻസൂർ കൊല്ല ഹജ്ജിന് വരണ്ട, അവൻ അങ്ങോട്ട് കടത്തണ്ട.
രാജാവിനെ പറ്റിയാണ് ദ്വാരക്കുന്നത്. കഅബന്റെ കില്ല പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയാ. ദ്വാ കഴിഞ്ഞു. മൻസൂറിന് രോഗം പിടിപെട്ടു. മൻസൂർ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ദ്വാ അല്ലാഹ് സ്വീകരിച്ചു. പിന്നെ മൻസൂറിൻ്റെ ഖലീഫയായി പ്രതിനിധിയായി രണ്ടാമത്തെ കിരീടാവകാശിയായി വരുന്ന മൻസൂറിൻ്റെ കിരീടാവകാശിയായി വരുന്ന മഹ്ദിയാണ് ഖലീഫ മഹ്ദി. മഹ്ദിക്കും വേണം ഖലീഫ ഖാദിയാവാൻ സൗരിനെ കിട്ടുക. പിതാവ് മൻസൂർ ആവശ്യപ്പെട്ടതുപോലെ മഹ്ദിയും ആവശ്യപ്പെട്ടു. ആവശ്യപ്പെടുക മാത്രല്ല, സുഫിയാൻ സൗരിക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. എന്താ എഴുത്തിലുള്ളത്? കൂഫയിലെ ഖാദിയായി നിങ്ങളെ ഞങ്ങൾ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ എന്ത് വിധി നടത്തിയാലും അതിൻ്റെ എതിരായി ഞാൻ ചോദ്യം ചെയ്യാൻ വരൂല. ഇങ്ങനെയാണ് ഇതൊക്കെ. ഞങ്ങളെ ഈ ചോദ്യത്തിന് വരൂല. നിങ്ങളാണ് ഖാദിയെ വിധിച്ചോളി, നിങ്ങൾക്ക് വിട്ടുന്നു ആ കാലധികാരം. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി ആ എഴുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. യൂഫ്രട്ടീസ് നദിയിലേക്കാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണാം. കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബസറയിലേക്ക് ഓടി. അവിടുന്ന് അവിടെയും പിന്നെ ഒളിവിൽ പോയി. ഇതിൽ ദേഷ്യം പിടിച്ചും കൊണ്ട് മൻസൂർ പിടിച്ചു കൊണ്ടുവരാൻ തലെടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. അതിന് വലിയ ഇനാമം പ്രഖ്യാപിച്ചു. മൻസൂർ അൽ മഹ്ദി കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടു. തല കൊണ്ടുവരണം, ഇനി അധികാരം വെച്ചാൽ പറ്റൂല. അങ്ങനെ അവിടെ നിന്ന് പല നാടുകളിലേക്ക് മാറി മാറി താമസിച്ചു. എവിടെ ചെന്നാലും കുറച്ച് ദിവസം താമസിച്ചാൽ പിന്നീട് അവരറിയപ്പെടുകയും ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ജനങ്ങൾ ദീൻ പഠിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് ഓടി വരികയും പെട്ടെന്ന് അവർ വന്ന കാര്യം അറിയപ്പെടുകയും ചെയ്യും. അവസാനം മഹാനവറുകൾ മഹ്ദിക്കൊരു എഴുത്ത്. എന്തായത്? തൊറത്തനി വശറത്തനി വഖവ്വഫ്തനി വല്ലാഹു ബൈനി വബൈനക് വഅർജു അൻ യുഖയ്യിറ അല്ലാഹു ലീ ഖബ്ല റുജൂഇൽ കിതാബ്. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നീ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്, നീ എന്നെ ആട്ടിയോടിച്ചിട്ടുണ്ട്. എൻ്റെയും നിൻ്റെയും ഇടയിൽ അള്ളാഹു ഉണ്ട്, നീ ഓർക്കണം. എൻ്റെ ഈ കത്ത് നിന്നിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് എനിക്ക് ഖൈറായത് അള്ളാഹു തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മഹ്ദിക്ക് കത്ത് കിട്ടിയപ്പോൾ ബേജാറായി. മഹ്ദി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, നിങ്ങളെ ഞങ്ങൾ ഇടങ്ങറാക്കുന്നില്ല, ബുദ്ധിമുട്ടാക്കൂല എന്ന അമാനിൻ്റെ കത്ത് അയച്ചെങ്കിലും അത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മഹാനവർ വഫാത്തായി. ഹിജ്റ 160 അല്ലെങ്കിൽ 160 അവസാനം 161. ഇതാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്തായതിൻ്റെ ശേഷം പല മഹാന്മാരും അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ തസവൂഫിൻ്റെ കിതാബുകളിലുമുണ്ട്, തഫ്സീറുകളിലുമുണ്ട്, ചരിത്രമുണ്ട്. നമ്മുടെ ഈ സുഫിയാൻ സൗരിയുടെ ശിഷ്യനായ, നേരത്തെ നാം പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഖബീസത്ത് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം നമ്മൾ ഇർഷാദുൽ ഇബാദിലുണ്ട്, ഇയാനത്തിലുണ്ട്, തഫ്സീറിൻ്റെ ബഹ്റുൽ മദീദിലുണ്ട്, ഇബ്നു ഖയ്യിമിൻ്റെ തഫ്സീറിലുണ്ട്, എല്ലാ തഫ്സീറിലുണ്ട് വിഷയം. എന്താ? ഖബീസത്ത് ബിൻ ഉഖ്ബ പറയാണ്, സുഫിയാൻ സൗരി വഫാത്തായതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്തു? സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നളതു ഇലാ റബ്ബി അയ്യാനം ഫഖാല ലി ഹനിഅൻ ലില്ലാഹി അൻക യബ്ന സഈദി ഫഖദ് കുൻത ഖവ്വാമൻ ഇദൽ ലൈലു ഖദ്ദജാ ബിഇബ്റാതി മഹ്സൂനിൻ വഖൽബി അമീദി فدونك فاختر أي قصر تريده وزرني فإني منك غير بعيد. ഞാൻ എൻ്റെ റബ്ബിനെ പരസ്യമായി കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ദുനിയാവുന്നാണല്ലോ ഇയാനും കാണാതിരിക്കുക, മഹ്ശറിൽ ചെന്നാൽ കാണാം റബ്ബിനെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇയാനൻ എൻ്റെ റബ്ബിലേക്ക് ഞാൻ കണ്ടു. എൻ്റെ റബ്ബനോട് പറഞ്ഞു, ഹനി അൻ, നിനക്കാണ് സ്വാഗതം, സ്വാഗതം. ഇലായി അൻക യബ്ന സഈദി, ഇബ്നു സഈദ് എന്ന സുഫിയാനെ, നിന്നെ തൊട്ട് നിനക്ക് എൻ്റെ തൃപ്തിയുണ്ട്, എൻ്റെ പൊരുത്തമുണ്ട്. നീ രാത്രി കൂരിട്ടുമ്പോൾ ധാരാളം നിസ്കരിക്കുന്നവനായിരുന്നു. ദുഃഖിതൻ്റെ കണ്ണുനീരും കൊണ്ട്, വളരെ ബേജാറായ ഹൃദയവും കൊണ്ട്. അതുകൊണ്ട് നിനക്ക് ഈ കാണുന്ന കൊട്ടാരങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നീ എന്നെ കാണാൻ വേണ്ടി വരണം, സിയാറത്ത് ചെയ്യണം, സന്ദർശിക്കണം, ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വരണം. ഞാൻ എന്നെ തൊട്ട് ബഈദല്ല. അങ്ങനെ പലരും മഹാനവർകൾ സ്വർഗത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. മഹാനവർകളെ സുഫിയാൻ ബിൻ ഉയൈന, ഇത് സുഫിയാൻ സൗരിനെ കബീസത്ത് ബിൻ സ്വപ്നത്തിൽ കണ്ടാ പറഞ്ഞത്. സുഫിയാൻ ബിൻ ഉയൈന സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാരാണ്. എങ്ങനെ കണ്ടത്? സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ അങ്ങനെ പാറി സഞ്ചരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നതായിട്ട് കളിക്കുകയാണ് സ്വർഗത്തിൽ. ഒരു മരത്തിൽ വന്ന് മറ്റൊരു മരത്തേക്ക്, ഒരു ബിൽഡിംഗ് വന്ന് മറ്റൊരു ബിൽഡിംഗ്, അങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പൊ സുഫിയാൻ സൗരി എന്നോട് പറയാണ്, ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതിനു വേണ്ടിയിട്ടാണ് അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യേണ്ടത്. ഖുർആനിലായത്താണത്. അപ്പോൾ അവിടെ ചോദിക്കപ്പെടുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് കാരണമാണ് ഇത്രയും വലിയ പദവി തന്നത്? ഫഖാല ബിൽ വറഇ, ബിൽ വറഇ, വറ കൊണ്ട് കിട്ടിയതാണ് ഈ സ്ഥാനം. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ സാമീപ്യം നമുക്ക് നൽകുമാറാവട്ടെ. അവരോടുള്ള മഹബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചിരട്ടെ.